ആശാവർക്കർമാരുടെ സമരം ഇന്ന് 27ാം ദിവസമായിരുന്നു. വനിതാ ദിനത്തിൽ നൂറുകണക്കിന് വനിതകളെ ഉൾപ്പെടുത്തി മഹാസംഗമമാണ് ആശാവർക്കർമാർ സംഘടിപ്പിച്ചത്. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തുള്ള നിരവധി പേരാണ് ആശാവർക്കർമാർക്ക് പിന്തുണയുമായി സമരപന്തലിലെത്തിയതും. വനിതാ ദിനത്തിലെങ്കിലും ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് ആശാവർക്കർമാർ പറഞ്ഞു. അതേസമയം സമരക്കാരോട് കടുംപിടുത്തമില്ല എന്നും അനുഭാവപൂർണമായ നിലപാടാണ് എന്നുമായിരുന്നു ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം. സമരത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച CPI നേതാവ് ആനി രാജ LDF സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നാണ് ആവശ്യപ്പെട്ടത്. റിനു ശ്രീധറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. റിനു, അനുഭാവപൂർണമായ സമീപനമുണ്ട് എന്ന് ആരോഗ്യമന്ത്രി പറയുമ്പോൾ പോലും അങ്ങനെ എല്ലാ കാര്യങ്ങളെന്ന് വ്യക്തമാണ്. ഇന്നത്തെ ആശാവർക്കർമാരുടെ പ്രതിഷേധം ഒരു വലിയ ശക്തി പ്രകടനം തന്നെയായിരുന്നു അല്ലേ, പ്രത്യേകിച്ച് വനിതാ ദിനത്തിൽ? വിനീത വേണു, തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ സമരം ചെയ്യാൻ ആരംഭിച്ചിട്ടുന്ന 27 ദിവസം. ഇന്ന് 27ാം സമര ദിനമായിരുന്നു. ഇന്ന് വനിതാ ദിനം കൂടിയാണ്. ഈ വനിതാ ദിനത്തിൽ വേറിട്ട ഒരു സമരപരിപാടി തന്നെയാണ് ആശാ വർക്കർമാർ സംഘടിപ്പിച്ചത്. കലാകാരികൾ ഉൾപ്പെടെ എത്തി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. വലിയ കലാപരിപാടികളൊക്കെ തന്നെ ഒരു മഹാസംഗമമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉണ്ടായി എന്നുള്ളത് വേണം പറയാൻ. ഒപ്പം ഒരു മഹാറാലിയും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിന്നുള്ള ആശാവർക്കർമാർ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും തന്നെയാണ് ഇന്നത്തെ വനിതാ സംഗമം നടത്തിയതും. ആശാവർക്കർമാരുടെ സമരം ഏതായാലും നാളെ 28ാം ദിവസമാണ്. സർക്കാർ എന്ത് നടപടികൾ സ്വീകരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. റിനു ശ്രീധറാണ് വിശദാംശങ്ങൾ നൽകിയത്.